തുടർ നിയമ നടപടികളിലേക്കോ കടക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിശദാംശങ്ങൾ നൽകിയത് വിജിൻ വായന്തോട്. വീണ്ടും ആലപ്പുഴയിലേക്ക്. ആലപ്പുഴയിൽ സംഘർഷം അവസാനിച്ചിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമം പൂർണ്ണമായും വിജയിക്കുന്നില്ല. ഇപ്പോഴും പ്രവർത്തകർ ചെറുത്തു നിൽക്കുന്നുണ്ട്. വനിതാ പോലീസുണ്ട്. വനിതാ പ്രവർത്തകരും ബസ്സിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. സംഘർഷം പൂർണ്ണമായും അടങ്ങാത്ത അവസ്ഥ. അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിക്കെതിരെ അഴിച്ചുവിടുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഷൈജു തുടരുന്നുണ്ട്. ഷൈജു, സംഘർഷത്തിന് തീരായവില്ല എന്നതാണോ കാണുന്ന സാഹചര്യം? പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിയുമോ? ഷൈജു, ആലപ്പുഴയിൽ DM ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. മുരളീധരൻ അടക്കം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് ഈ മാർച്ച് നീങ്ങിയത്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാൻ പ്രവർത്തകരെ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം, പക്ഷെ അത് പൂർണ്ണമായും വിജയിക്കുന്നുമില്ല. എന്താണ് സംഭവിക്കുന്നത് ഷൈജു? ഈ DM ഓഫീസിലേക്ക് നടന്ന മാർച്ച് 4ലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും തിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ കൂട്ടമായിരുന്നു മുദ്രാവാക്യ വിളികളുമായി വീണ്ടും സമരം തുടരുകയായിരുന്നു. കുറേയധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയും പ്രതിരോധിച്ചിരുന്നു. കുറച്ചാളുകളെ വാനിൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയപ്പോൾ ചില പ്രവർത്തകർ പോലീസിനെ തല്ലി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക്, അതിൽ ചില ആളുകൾക്ക് പരിക്ക് പറ്റി എന്നാണ് പറയുന്നത്. അവരുമായി ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും പ്രകടനം നടത്തുന്ന കാഴ്ച ഇവിടെ കാണാം. ഈ ദേശീയപാത ഒരർത്ഥത്തിൽ ഉപരോധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ പ്രവർത്തകർ മാറുന്നത്. അവരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് റോഡിൽ നിന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. സമരത്തിന്റെ പ്രതിഷേധ ചൂട് കത്തിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പോലീസുമായി വലിയ വാക്കേറ്റമുണ്ടാകുന്നു. പോലീസിന്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ചെറുത്തുനിൽപ്പ്. ഇപ്പോഴും പ്രതിഷേധം കനപ്പിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. കാരണം നേരത്തെ സമരമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറി ഇപ്പോൾ റോഡിന് നടുവിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി വാക്കേറ്റമുണ്ടാകുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ എത്തി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ചെറുത്തു നിൽക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിൽ കയറ്റി. പോലീസ് വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പോലീസ് വാഹനത്തിൽ തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് പ്രതിഷേധിക്കുന്നത്. കാരണം പോലീസ് അകാരണമായി ആക്രമിക്കുന്നു എന്ന പരാതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം, വീണ്ടും പ്രതിഷേധം കനപ്പിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നത്. സൈഫുദ്ദീൻ.
യൂത്ത് കോൺഗ്രസ് മാർച്ച് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും DMO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആരോഗ്യ വകുപ്പിൽ കടുത്ത അനാസ്ഥയും വീഴ്ചയുമാണെന്ന് ആരോപിച്ചാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കുന്നില്ല എന്ന് കാണുന്നു. ഇപ്പോൾ പ്രവർത്തകർ സംസാരിക്കുന്നു. പോലീസ് ബസ്സിലും മറ്റു വാഹനങ്ങളിലുമായി ഇപ്പോൾ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. പല ജില്ലകളിലായി യൂത്ത് കോൺഗ്രസിന്റെ ഈ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി അവിടെ DMO ഓഫീസ് മാർച്ച് നടത്തിയത്. DMO ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് പലതവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്നിട്ടും പിരിഞ്ഞു പോയില്ല. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്.